പശ്ചിമേഷ്യ സംഘർഷഭരിതമായി തുടരുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖാംനെയി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടു. അമേരിക്ക ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ ഇന്നലെ പുലർച്ചെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഖാംനെയുടെ രക്തസാക്ഷിത്വം അതിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള പ്രതികരണം കൂടി ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നു. 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവാണ് ഖാംനെയി. ഖാംനെയി മാത്രമല്ല, ഖാംനെയുടെ മകളും കൊച്ചുമകളുടെ മക്കളും അടക്കം 4 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ഇനി എന്താണ്, ഇറാൻ വലിയൊരു പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കും? എന്തായാലും ഈ ഒരു മരണത്തിൽ വലിയ പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ 7 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ടെൽ-അവീവ് അടക്കം നിരവധി ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെന്റ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ PJ വിൻസെന്റ്, ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു ആക്രമണമായിരിക്കുമോ ഇതെന്നുള്ളൊരു ആശങ്ക ഉയരുന്നുണ്ട്. അയത്തുള്ള അലി ഖാംനെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോഴും ഈ ആക്രമണങ്ങളുടെ ഒരു ഭാവി എന്താകുമെന്നുള്ളൊരു ആശങ്ക അത് പശ്ചിമേഷ്യയിലാകെയുണ്ട്. കാരണം ഇറാൻ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും അമേരിക്കൻ മറ്റ് ശക്തി കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ വലിയൊരു ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുമ്പോൾ ആ ഭീതിയിൽ അവിടെ പശ്ചിമേഷ്യ കഴിയുന്നു. അതിനപ്പുറത്തേക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിനി എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിൽ കൃത്യമായൊരു പദ്ധതി ഉണ്ടോ എന്നുള്ള സംശയങ്ങൾ. ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്ന ആക്രമണങ്ങൾ അത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ലോക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമായിരിക്കില്ല. ആ ഒരു സമ്മർദ്ദം കൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഈ തുടങ്ങി വച്ച ആക്രമണം അതിനി എങ്ങനെ അവസാനിക്കുമെന്നാണ് ലോകം കണക്കുകൂട്ടുന്നത്? ഒരു രാജ്യം ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റിനെ അഭിമുഖീകരിച്ചാൽ അത് അതിജീവിക്കില്ല എന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിന്റെ ആവനാഴിയിലെ അവസാനത്തെ ആയുധവും എടുത്ത് പ്രയോഗിക്കും. അതൊരു ചാവേറ്റ് രാജ്യമായി മാറും. നമ്മളിവിടെ ചാവേറ്റ് പട്ടാളമൊക്കെ ഉണ്ടായത് അങ്ങനെയാണല്ലോ. അപ്പോൾ അവരുടെ പരമോന്നത നേതാവ് കൊല ചെയ്യപ്പെട്ടു. അത് ഇറാൻ എന്ന സ്റ്റേറ്റിന്റെ ഹെഡ് മാത്രമല്ല, അദ്ദേഹം ലോകത്തെമ്പാടുമുള്ള മുസ്ലിമുകൾക്ക്, വിശേഷ്യ ഷിയ മുസ്ലിമുകളുടെ ഒരു ആത്മീയ നേതാവ് കൂടിയാണ്. വളരെ മധ്യവയോധികനായ ഒരു ക്ലെറിക്ക് കൂടിയാണ്, ഒരു മത പുരോഹിതൻ കൂടിയാണ് അദ്ദേഹം. അത്തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അപ്പോൾ 1979 ഇസ്ലാമിക് റവല്യൂഷനിൽ രൂപപ്പെട്ട ആ സ്റ്റേറ്റിന്റെ ഭരണകൂടവും അതിനെ നയിക്കുന്ന പരമോന്നത നേതാവും ഇല്ലാതായി എന്നത് പ്രതികാരം ചെയ്യാൻ വയ്യാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ആ രാജ്യത്തെ. അമേരിക്കയും അതുപോലെ സാമ്രാജ്യത്വ ശക്തികളും ഭരണമാറ്റം ഉണ്ടാക്കിയ രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ സൈന്യം നിർജീവമാവുകയോ അവിടുത്തെ ഭരണാധികാരികൾക്കൊപ്പം നിൽക്കാതിരിക്കുകയോ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യത്തിൽ മാത്രമാണ് വളരെ സ്വാഭാവികമായിട്ടുള്ള ഭരണമാറ്റം ഉണ്ടാക്കാൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് കഴിഞ്ഞത്, അധിനിവേശ ശക്തികൾക്ക് കഴിഞ്ഞത്. ഇറാനിൽ പക്ഷേ അങ്ങനെ സംഭവിക്കണമെങ്കിൽ IRGCയും ഇറാന്റെ പട്ടാളവും പൂർണ്ണമായി അമേരിക്കൻ തിട്ടൂരങ്ങൾക്ക് വിധേയമായി ആയുധം താഴെ വയ്ക്കണം. അതാണ് ട്രംപ് കഴിഞ്ഞ ദിവസം IRGCയോട് പറഞ്ഞത്. നിങ്ങൾ ഒന്നുകിൽ മരണത്തെ അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ ആയുധം താഴെ വയ്ക്കുക എന്ന് പറയുകയുണ്ടായി. അവിടുത്തെ ഒരു വരേണ്യ സൈനിക ദളമാണ്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആർമിയാണത്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അവരാണ് അവിടുത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സൈനിക ഘടകങ്ങളുടെയും മിലിറ്ററി ഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ നയിക്കുന്നത്. അവർ പോരാടാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തിരിച്ചടി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ മിസൈൽ ശേഷിയെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് 3000 കിലോമീറ്റർ അധികം റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വൻ ശേഖരം ഇറാന്റെ കയ്യിലുണ്ട്. അതിൽ ഹ്രസ്വദൂര മിസൈലുകളുമുണ്ട്, ദീർഘദൂര മിസൈലുകളുമുണ്ട്. അത് പ്രയോഗിക്കാൻ പറ്റുന്ന വിക്ഷേപണ തറകളും അവർക്കുണ്ട്. ഏകദേശം 300-ലധികം മൊബൈൽ വിക്ഷേപണ തറകൾ പല മേഖലയിലായിട്ട് അവർക്കുണ്ട്. ഇതൊന്നും കണ്ടെത്തി നശിപ്പിക്കാൻ 12 ദിന യുദ്ധത്തിലോ ഇപ്പോൾ തുടങ്ങിയ യുദ്ധത്തിലോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്കൻ ലക്ഷ്യങ്ങൾ കൃത്യമായി അറ്റാക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാനിലെ ഭരണമാറ്റമാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തിയത് കൊണ്ട് അത് സാധ്യമാകില്ല. പകരം അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കണം. അങ്ങനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുന്നൊരുക്കം എന്നത് IRGC അതിന്റെ പ്രത്യാക്രമണം അവസാനിപ്പിക്കുകയും അമേരിക്കയ്ക്ക് വഴങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു സമീപ ഭാവിയിലൊന്നും അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അയത്തുള്ള അലി ഖമനേയി രക്തസാക്ഷിയായി എന്നത് അവരുടെ വീര്യം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഈ IRGCയുടെ തന്നെ ഏറ്റവും സ്വാധീനശേഷിയുള്ള നേതാവായിരുന്നു ഖസീം സുലൈമാനി. ആ സുലൈമാനിയെ സിറിയയിൽ ഒരു ജോയിന്റ് ഓപ്പറേഷനിലൂടെയാണ് കൊലപ്പെടുത്തുന്നത്. പക്ഷേ സുലൈമാനിയെ കൊലപ്പെടുത്തിയിട്ടും IRGC അതിശക്തമായിട്ട് തന്നെ അവിടെ നിലനിന്നല്ലോ. അപ്പോൾ ഈ നേതാവിനെ കൊലപ്പെടുത്തിയത് കൊണ്ട് അവരുടെ പ്രതിരോധം അവസാനിച്ചു എന്ന് കരുതില്ല. അവിടുത്തെ IRGC അടക്കമുള്ള മിലിറ്ററി ഫോഴ്സും അവരുടെ പാരാമിലിറ്ററി ഫോഴ്സസും പ്രതിരോധം അവസാനിപ്പിക്കാതെ അവിടെ ഒരു ഭരണമാറ്റവും സാധ്യമാവില്ല. അങ്ങനെ വരുമ്പോൾ ഡിറ്ററൻസ് ബൈ പണിഷ്മെന്റ് എന്നതാണ് അവരുടെ ഒരു പ്രതിരോധ തന്ത്രം ഇറാന്റെ. അവർ തങ്ങളെ ആക്രമിച്ച തങ്ങളുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയ രാജ്യങ്ങൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ അവസാനത്തെ ആയുധവും പ്രയോഗിച്ചുകൊണ്ട് പ്രതിരോധത്തിൽ അണിനിരക്കും എന്ന് ഇറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സംഘർഷം തുടരും എന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനും അമേരിക്കൻ സൈനിക താവളങ്ങളും ഒക്കെ അവർ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ പ്രാപ്തികളുണ്ട്, അവരുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഇതിനകത്ത് ഉണ്ടാവില്ല. 4 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന യുദ്ധം ഒരുപക്ഷെ 40-400 നീണ്ടാൽ പോലും അത്ഭുതത്തിന് വകയില്ല. അപ്പൊ ഇത്തരത്തിൽ ആ മേഖല പൂർണ്ണമായിട്ടും അസ്ഥിരമായിരിക്കുന്നു. ഏത് മേഖലയും എവിടെയും ആക്രമണം ഉണ്ടാവാം.